എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ കറി. ഒരുപാട് സമയമൊന്നും വേണ്ടത് കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തേക്കണേ. സ്കിന്ന് കളഞ്ഞ് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് 1 കിലോ ചിക്കൻ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ഒരു 3 ഒനിയൻ ചോപ്പ് ചെയ്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ ഒരു 6-8 ഗാർലിക് ചതച്ചത്, അതുപോലെ ഒരു 5 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, 3 സ്പ്രിംഗ് ഒനിയൻ ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 2 ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ്റെ പീസ് മാത്രം തിരഞ്ഞെടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ മാത്രം മാറ്റി ഒരു പാത്രത്തിൽ വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഹാഫ് കുക്ക് ചെയ്തെടുക്കണം ഇതിൽ. അപ്പോൾ അത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യുക. അതിനുശേഷം ഇനി ഈ ചിക്കൻ തിരിച്ചിടാം. വീണ്ടും ഒരു 4-5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. ഇത് മൊത്തം 10 മിനിറ്റായി. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ചിക്കനും അതേപോലെ തന്നെ ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാൻ മാറ്റി വേറൊരു പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ അതിലൊഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ ഈ ചിക്കനിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതിലേക്ക് ഇടാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വേവിക്കാം. ഇത് 10 മിനിറ്റായി. ഇനി നമുക്കിത് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഒരു 3/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതിപ്പോൾ 15 മിനിറ്റായി. ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായി. ഇനി നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടിയും ചേർത്ത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കാണാം. ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, ചോറ്, പുലാവ് റൈസ് ഏതിൻ്റെ ഒപ്പം ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സ്ഥിരം പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും.